ഡീപ് സ്റ്റേറ്റിന് ഡെമോക്രാറ്റിക് പാർട്ടിയിൽ ജനിച്ച കുഞ്ഞായ ഹിൻഡൻബർഗ് എന്ന് പറയുന്ന ഒരു റിസർച്ച് സ്ഥാപനം, ഒരു തട്ടിപ്പ് സ്ഥാപനം, ആ കമ്പനി പൂട്ടാൻ പോവുകയാണ് എന്ന് കമ്പനിയുടെ മുതലാളി തന്നെ വന്ന് പറഞ്ഞിരിക്കുകയാണ്. അതായത് ഹിൻഡൻബർഗ് എന്ന് പറയുന്ന ഗ്രൂപ്പാണ് 2022 അദാനി ഗ്രൂപ്പിനെ ടാർഗറ്റ് ചെയ്യുന്നത്. അവരുടെ ലക്ഷ്യം എന്തായിരുന്നെന്ന് അറിയാമോ? 2024 തെരഞ്ഞെടുപ്പിൽ മോദിയെ പരാജയപ്പെടുത്തുക. പ്രധാനപ്പെട്ട ലക്ഷ്യം അതായിരുന്നു. ഇന്ത്യയുടെ വളർച്ചയെ തടയുക. വളരെ വിശദമായിട്ട് നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കേണ്ടതായിട്ടുണ്ട്. ഈ കാണുന്ന മനുഷ്യൻ, ഇയാള് ലോക ഫ്രോഡ് എന്ന് വെച്ചാൽ ലോക ഫ്രോഡാണ് ഇവന്റെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന രാജ്യങ്ങളുടെ എക്കണോമി തകർക്കുക, കമ്പനികളെ തകർക്കുക, എന്നിട്ട് ഇങ്ങനെ തകർത്തതിനു ശേഷം അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കുക. ഇയാളുടെ പരിപാടി ഏതാണ്? ഡീപ് സ്റ്റേറ്റിലുള്ള ആരുടെയെങ്കിലും പുത്രനായിരിക്കാം. എന്തായാലും ഈ ശ്വാനപുത്രൻ ഇദ്ദേഹം ഇന്ത്യയെ തകർക്കുക എന്ന കൊട്ടേഷനും എടുത്തുകൊണ്ട് വന്നു. ഇപ്പോൾ അമേരിക്കയുടെ തെരഞ്ഞെടുപ്പിൽ കാര്യങ്ങൾ മാറിയിരിക്കുന്നു. ട്രംപ് അധികാരത്തിൽ വന്നിരിക്കുന്നു. ഇയാൾ ഉദ്ദേശിക്കുന്ന പോലെ ഇനി കാര്യങ്ങൾ നടക്കില്ല. ഡീപ് സ്റ്റേറ്റിന്റെ ചിറകരിയുക എന്നത് ട്രംപിന്റെ പ്രധാന അജണ്ടകളിൽ ഒന്നാണ്. അപ്പൊ അതുകൊണ്ട് ഈ ശ്വാനപുത്രൻ കമ്പനി അടച്ചുപൂട്ടി നാട് വിടാൻ ഒരുങ്ങുന്നു എന്ന് അയാൾ തന്നെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഞാൻ പറയുന്നതല്ല. ഐ ഹാവ് മെയ്ഡ് എ ഡിസിഷൻ ടു ഡിസ്ബാൻഡ് ഹിൻഡൻബർഗ് റിസർച്ച് എന്നാണ് ഈ മനുഷ്യൻ പറഞ്ഞിരിക്കുന്നത്. അയാൾ തന്നെ അദ്ദേഹത്തിന്റെ വെബ്സൈറ്റിലൂടെയും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയും ഇത് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. നോക്കൂ, ഇന്ത്യയിൽ ഗൗതം അദാനിയുടെ ആസ്തി ഏകദേശം $150 ബില്യൺ അടുത്തേക്ക് വരുന്നു. ലോകത്തെ രണ്ടാമത്തെ കോടീശ്വരനായിട്ട് അയാൾ മാറുന്നു. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു ബിസിനസ്സുകാരൻ എന്നുള്ള നിലയിൽ അദാനി വളരുമ്പോൾ സ്വാഭാവികമായി വിദേശ ഇൻവെസ്റ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ നോക്കുമ്പോൾ, ഷെയർ മാർക്കറ്റിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആൾക്കാർ നോക്കുമ്പോൾ ഇന്ത്യ എക്കണോമിക് ഗ്രോ ചെയ്യുകയാണ് അല്ലേ? ഇന്ത്യയുടെ എക്കണോമി വളരുന്നു. അദാനിയുടെ സ്റ്റോക്ക് വളരെയധികം വേഗത്തിൽ മുന്നേറുന്നു. അതോടൊപ്പം തന്നെ ഒരുപാട് പുതിയ കമ്പനികൾ വരുന്നു. അപ്പോൾ ഒരു ട്രസ്റ്റ് ഫോം ചെയ്യും. ഈ ട്രസ്റ്റിന്റെ ഭാഗമായിട്ട് ആളുകൾ അദാനി ഗ്രൂപ്പിൽ മാത്രമല്ല, അതോടൊപ്പം ഇന്ത്യയിൽ വളരുന്ന കമ്പനികളിലൊക്കെ തന്നെ നിക്ഷേപിക്കും. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പറയാണ് അദാനി ഗ്രൂപ്പ് തട്ടിപ്പ് നടത്തിയാണ് വാല്യൂസ് കൂട്ടി കാണിക്കുന്നത്, അതിന്റെ പിന്നിൽ വലിയ തട്ടിപ്പുണ്ടെന്ന് പറഞ്ഞിട്ട് ഈ ശ്വാനപുത്രൻ ഇദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ ആ ഒരു ഹിൻഡൻബർഗ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിലൂടെ ഒരു റിസർച്ച് പേപ്പർ പുറത്തുവിടുകയാണ്. അപ്പൊ ഈ ഹിൻഡൻബർഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നൊക്കെ പറയുമ്പോൾ എന്തോ വലിയ സംഭവമാണെന്ന് നമ്മളൊക്കെ അങ്ങ് വിചാരിക്കും. മാത്രമല്ല, ഇദ്ദേഹത്തിന് ഡീപ് സ്റ്റേറ്റിന്റെ പിന്തുണയുണ്ട്. ഡീപ് സ്റ്റേറ്റ് ആണ് ഇയാളെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ അമേരിക്കൻ മാധ്യമങ്ങളും അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഇത് ഏറ്റെടുക്കുന്നു. 150 ബില്യണിലേക്ക് പോയിക്കൊണ്ടിരുന്ന അദാനിയുടെ ഓഹരികൾ ഇടിയുന്നു. കൂട്ടത്തിൽ ഇന്ത്യയിലെ ചെറുകിട ബിസിനസ്സുകാർ അല്ലെങ്കിൽ ചെറിയ ചെറിയ കമ്പനികളുടെ ഓഹരികൾ ഇടിയുന്നു. ഇൻവെസ്റ്റേഴ്സ് പതുക്കെ ഇന്ത്യയിൽ നിന്ന് പിന്നിലേക്ക് പോകുന്നു. ഇവിടെ പല കമ്പനികളിലും ഉണ്ടായിരുന്ന ഷെയറുകളൊക്കെ വിറ്റ് പലരും തടി തപ്പി ഇവിടുന്ന് പോകുന്നു. അപ്പൊ ഇങ്ങനെ വന്നപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഇന്ത്യയുടെ എക്കണോമി അത് വളരെയധികം ബാധിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബിസിനസ്സുകാരനെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും ഇന്ത്യയുടെ വളർച്ചയെ ബാധിക്കുമെന്നുള്ളത് ഒരു കോമൺ സെൻസ് വെച്ച് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും. അവിടെ അദാനിയെ വീഴ്ത്തുന്നതിലൂടെ ഈ ഒരു തട്ടിപ്പ് അദാനി നടത്തിയെന്ന് പറയുമ്പോൾ അതിലൂടെ ടാർഗറ്റ് ചെയ്യുന്നത് മോദിയാണ്. മോദിയുടെ സ്വാധീനവും സപ്പോർട്ടും ഉപയോഗിച്ചുകൊണ്ടാണ് അദാനി തട്ടിപ്പ് നടത്തി എന്നൊരു ധ്വനി കൂടിയാലുണ്ട്. ഇന്ത്യയിലെ ചില വിവരമില്ലാത്ത പ്രതിപക്ഷ നേതാക്കൾ അത് ഏറ്റെടുക്കുകയും ഈ വിദേശ വ്യക്തികളുടെ അല്ലെങ്കിൽ വിദേശികളുടെ വാക്ക് കേട്ടുകൊണ്ട് ഇന്ത്യക്കകത്ത് തന്നെ സമരങ്ങളും പ്രക്ഷോഭങ്ങളും ഉണ്ടാക്കാനൊക്കെ ശ്രമിക്കുകയും ചെയ്തു. നരേന്ദ്രമോദി പക്ഷെ അതിനെ അതിജീവിച്ചു. അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ ജയിച്ചു. അമേരിക്കൻ തെരഞ്ഞെടുപ്പിലും ഡീപ് സ്റ്റേറ്റിന് കാലിടറി. ബൈഡന്റെ ഭരണത്തിന്റെ പിടിപ്പുകേട് കൊണ്ട് കമല തോറ്റു. ട്രംപിന്റെ സ്വാധീനം വർദ്ധിച്ചു. ട്രംപിനെ കേസിൽ കൊടുക്കാനും അകത്താക്കാനും ഒക്കെ നല്ലപോലെ ശ്രമിച്ചെങ്കിലും മസ്കിനെ പോലുള്ളവരുടെ സപ്പോർട്ട് കൊണ്ട് ട്രംപ് അതിനെയൊക്കെ അതിജീവിച്ചു. ഇപ്പോ എന്താണ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രംപ് ജയിച്ചതോടെ ഡീപ് സ്റ്റേറ്റിന് നിലനിൽപ്പില്ല എന്നുള്ള ഒരു അവസ്ഥ വന്നു. അപ്പോൾ പിന്നെ ഹിൻഡൻബർഗിനും നിലനിൽക്കാൻ പറ്റില്ല. അപ്പൊ തൽക്കാലത്തേക്ക് ഇനി അടുത്ത വീണ്ടും ഡെമോക്രാറ്റുകൾ അധികാരത്തിൽ വരുന്നതുവരെ അടച്ചു പൂട്ടാൻ പോവാണ്. ഇനി വേറൊരു പേരിൽ ഇയാൾ വരും, വേറെന്തെങ്കിലും ഒരു അജണ്ടയുമായിട്ട്. അപ്പോ ഇതാണ് ഇവരുടെയൊക്കെ തനി നിറം. ഞങ്ങൾ ഇത് തുടക്കം തൊട്ടേ കേരളത്തിലെ ഇത്തിരി വിവരവും വിദ്യാഭ്യാസവും ഉള്ള ബോധമുള്ള മാധ്യമങ്ങളൊക്കെ ഇക്കാര്യം പറഞ്ഞാണ്. അത് ഓൺലൈൻ മാധ്യമങ്ങളടക്കം. ഈ ഹിൻഡൻബർഗ് പോലെയുള്ള ഇത്തരം സ്ഥാപനങ്ങൾ പല US അജണ്ടകളും നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇവരുടെ റാങ്കിങ്ങുകൾ കണ്ടാൽ മതി. പാസ്പോർട്ട് റാങ്കിങ് നമ്മൾ കാണേണ്ടതാണ്. അതുപോലെ ഇവരുടെ ദാരിദ്ര്യ രേഖയ്ക്ക് മുകളിലുള്ളതും താഴെയുള്ളതും റാങ്കിങ്, GDP റാങ്കിങ്, മറ്റേ റാങ്കിങ്, മറിച്ച റാങ്കിങ്, ഇതെല്ലാം ഇവരുടെ ചില അജണ്ടകളെ വെച്ചുകൊണ്ടാണ്. ക്രിട്ടിക്കൽ ആയിട്ടുള്ള സമയങ്ങളിൽ ഇവരെന്ത് ചെയ്യുമെന്നറിയാമോ? ഹാപ്പിനെസ് ഇൻഡെക്സ്, അതുപോലെ തന്നെ സന്തോഷം, ഒരു ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള മനുഷ്യർ ഏത് രാജ്യത്താണ്, ഇവരെന്ത് അടിസ്ഥാനത്തിലാണ് പറയുന്നത്? 4, 3, 7 പേരോട് ചോദിച്ച കണക്ക് വെച്ചിട്ടാണ്. 140 കോടി കൂടുതൽ ജനങ്ങളുള്ള ഇന്ത്യക്കാരെല്ലാം സന്തോഷത്തിലാണോ എന്ന് ഇവർക്ക് എങ്ങനെ അറിയാം? ഇവർ ഓരോരുത്തരടുത്തും വന്ന് ചോദിച്ചോ? ഈ വീഡിയോ കാണുന്ന ഒരാളോടെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ ഇവരങ്ങ് പറയും ഇന്ത്യക്കാർ ഒട്ടും ഹാപ്പി അല്ല, ഇന്ത്യക്കാർ ഹാപ്പിനെസിന്റെ കാര്യത്തിൽ 100ാം സ്ഥാനത്താണ്, അമേരിക്കക്കാർ 10ാം സ്ഥാനത്തും നെതർലൻഡ്സുകാർ 1ാം സ്ഥാനത്തുമാണ്. എന്താണ് ഇതൊക്കെ പറയാനുള്ള രേഖയെന്ന് ചോദിച്ചാൽ കയ്യിലെ ഒരു രേഖ മാത്രമേ കാണുള്ളൂ.
ഇതൊക്കെ അവർക്ക് ഇങ്ങനെ അജണ്ട സെറ്റ് ചെയ്യാൻ പറ്റും. സായിപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാണെന്ന ധാരണ ഇന്ത്യക്കാർക്ക് പോലും ഉണ്ട്, പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അപ്പോൾ സായിപ്പാണല്ലോ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതേ എല്ലാവരും അംഗീകരിക്കുള്ളൂ. ഇതിനെ പൊക്കി പിടിക്കാൻ ഇവരുടെ തന്നെ കുറേ മാധ്യമങ്ങൾ ഉണ്ടാവും. വാഷിങ്ടൺ പോസ്റ്റ്, ന്യൂയോർക്ക് ടൈംസ്, റോയിട്ടേഴ്സ്, ഗാർഡിയൻ എന്നൊക്കെ പറഞ്ഞ് കുറേ എണ്ണം ഉണ്ട്, BBC. അപ്പോൾ ഇവരെല്ലാം കൂടെ ഇതിനെ അങ്ങ് പൊക്കി പിടിക്കും. ഇന്ത്യ കഴിഞ്ഞ 2020 ഇന്ത്യ ഹാപ്പിനെസ് റാങ്കിങ്ങിൽ 90-ാം സ്ഥാനത്തായിരുന്നു. 2025 ഹാപ്പിനെസ് റാങ്കിങ്ങിൽ ഇന്ത്യ 100-ാം സ്ഥാനത്തേക്ക് പോയി. ഇന്ത്യക്കാർ സങ്കടത്തിലാണ്, അവർ ചിരിക്കുന്നില്ല, കളിക്കുന്നില്ല, ഉറങ്ങുന്നില്ല. എന്താണെന്ന് ആലോചിച്ച് നോക്കൂ. ഇവരുടെ അജണ്ടകളാണിത്. നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ സന്തോഷം അളക്കാനുള്ള ഒരു യന്ത്രവും ഒരു സായിപ്പിൻ്റെയും കയ്യിലില്ല. പക്ഷെ അവൻ അങ്ങ് വെച്ച് കാച്ചും, അത്രേ ഉള്ളൂ. ഇപ്പം അതുപോലെയാണ് ഈ ഹിൻഡൻബർഗിൻ്റെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു പേര് ഇട്ടും കൊണ്ടുവരും. എന്നിട്ട് ഒരു പേപ്പർ അങ്ങോട്ട് ഇറക്കും, അദാനി മൊത്തം ഫ്രോഡ് കാണിച്ചു. എന്നാലോ ഈ പേപ്പർ ഇറക്കുന്ന കമ്പനിയുടെ മുതലാളിയാണ് ലോക ഫ്രോഡ്. ഇവന്റെ പരിപാടി എന്താണ്? ഓരോ രാജ്യത്തിന്റെയും എക്കണോമിയെ തകർത്തുകൊണ്ട്, ഓരോ കമ്പനികളെ തകർത്തുകൊണ്ട് ലാഭം ഉണ്ടാക്കുന്ന പരിപാടിയാണ് ഇവർ ചെയ്യുന്നത്. അപ്പൊ ഇവരുടെ അജണ്ട ആദ്യഘട്ടം വിജയിച്ചു. അദാനിക്കെതിരെ ഇന്ത്യക്കാർ പോലും രംഗത്ത് വന്നു. അദാനിയുടെ റവന്യൂ വളരെയധികം കുറഞ്ഞു. അദാനിയുടെ ഇപ്പൊ ടോട്ടൽ നെറ്റ്വർത്ത് എടുത്തു കഴിഞ്ഞാൽ 150 ഉണ്ടായിരുന്നത് ഏകദേശം ഇപ്പോഴും ഒരു 81 ബില്യൺ US$ മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ അദാനിയെ കൊണ്ടുവരാൻ ഇവർക്ക് കഴിഞ്ഞു. പക്ഷെ അദാനി തിരിച്ചു വരുന്നുണ്ട്, കാരണം അയാൾക്ക് ബിസിനസ് അറിയാം. അപ്പോൾ അതുകൊണ്ട് അയാൾ തിരിച്ചു വരും. അപ്പോൾ ഇപ്പോൾ ഹിൻഡൻബർഗ് പൂട്ടാൻ പോകുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ കാരണം എന്താണ്? അത് ഇനി നിലനിൽക്കാൻ പറ്റില്ല. കാരണം ഗവൺമെന്റ് സപ്പോർട്ടില്ല, US സർക്കാരിന്റെ സപ്പോർട്ടില്ലാതെ ഇതിനൊന്നും നിലനിൽക്കാൻ പറ്റില്ല. ഇന്ത്യയിലെ സുപ്രീം കോടതി പോലും അദാനി ഗ്രൂപ്പിന് ക്ലീൻ ചിറ്റ് കൊടുത്തിട്ടും നമ്മുടെ രാഹുൽ ഗാന്ധിയെ പോലെയുള്ള സാമാന്യ ബോധം പലപ്പോഴും കാണിക്കാത്ത രാഷ്ട്രീയ നേതാക്കൾ അദാനിയെ കുറ്റം പറഞ്ഞ് നടക്കുകയാണ്. അപ്പോൾ ഇവരെ പോലുള്ള പ്രതിപക്ഷ നേതാക്കൾ ഉള്ളപ്പോൾ അവർക്ക് എറിഞ്ഞു കൊടുക്കാമല്ലോ. ഇത്തരം പ്രതിപക്ഷ നേതാക്കൾ ഇത് എന്ത് കിട്ടിയാലും ഏറ്റെടുത്ത് ഭരണകക്ഷിക്കെതിരെ ഉപയോഗിക്കാൻ പ്രതിപക്ഷ പാർട്ടികൾ ഉള്ളപ്പോൾ ഹിൻഡൻബർഗിനെ പോലുള്ളവരെ ഉപയോഗിച്ചുകൊണ്ട് ഡീപ് സ്റ്റേറ്റ് അതിന് വേണ്ട വളം ഇട്ടു കൊടുക്കുകയാണ്, അതിന് വേണ്ട അവസരങ്ങൾ ഒരുക്കി കൊടുക്കുകയാണ്. ട്രംപ് അധികാരത്തിൽ വന്ന് അവിടെ ഒരു പൊളിറ്റിക്കൽ ഷിഫ്റ്റ് വന്നതുകൊണ്ട് ഇനി തൽക്കാലം ഇവരൊക്കെ മാളത്തിൽ ഒളിക്കും. വീണ്ടും അവസരോചിതമായിട്ട് ഇവരൊക്കെ തലപൊക്കി വരികയും ചെയ്യും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.